ആരെങ്കിലും ഇപ്പം അങ്ങ് മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു 20 വയസ്സ് കഴിഞ്ഞു, അല്ല 25ആയി, ഇനി ഞാനങ്ങോട്ട് പോയിക്കോട്ടെ, ഒരാളും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കൊണ്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ചിലപ്പം നമ്മളെ വാപ്പൊക്കെ പറയും, പടച്ചോനെ എൻ്റെ മോന് പുതിയാപ്പിള ഇറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി, അല്ലേ? മോളെ ആരെങ്കിലും ഒന്ന് കൈപ്പിടിച്ച് ഏൽപ്പിച്ചിട്ട് എനിക്ക് ഈ ലോകത്ത് നിന്നിട്ട് വിട പറഞ്ഞാൽ മതി. ഇങ്ങനെ ചിലപ്പോൾ വാപ്പ പറയും ഭംഗി വാക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വാപ്പാൻ്റെ പ്രശ്നം എന്താ അറിയാം, പഠിച്ചോനെ പേരക്കുട്ടിൻ്റെ ആ മുഖം ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. പേരക്കുട്ടിന് മുഖം കണ്ടെന്നാ വാപ്പ സമയക്കണം പോവല്ലേ എന്ന് വെച്ചാൽ വാപ്പ അറിയല്ല, ആ കുട്ടിനെ ഒന്ന് കളിപ്പിക്കണം എനിക്ക്. അങ്ങനെ ആഗ്രഹങ്ങളാണ് നമുക്ക്. ഒരു ദിവസം കൂടുതൽ കിട്ടണമെങ്കിൽ അതാണ് നമ്മൾ നോക്കുക. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ, ജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ ഒരു ദിവസം കൂടുതൽ കിട്ടുമോ? ഈ ഇക്കിഗയിൽ കഥ പറയുന്നത് ജാപ്പനീസിൻ്റെ ഒരു സംഭവമാണ്. ഒക്കോനിവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ജപ്പാനിൽ. അവിടെയുള്ള ആളുകൾ 100-105 ശരാശരി വയസ്സ്. നമ്മുടെ വയസ്സ് എത്ര? 55-ലാണ് 110-ൻ്റെ ബൾബ് അടിച്ചു പോകുമ്പോൾ ടും ടും നിറഞ്ഞു വീണത്, അല്ലേ? നമ്മളെ യുവാക്കൾ കണ്ട കല്ല് പോലത്തെ ശരീരം, അടുത്ത ദിവസം ഓം മരിച്ചു പോലും. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഈ ജപ്പാനീസ് ഒക്കോനിവ എന്ന് പറയുന്ന ഈ ദ്വീപിലുള്ള ആ ഒരു നാട്ടിലുള്ള അവസ്ഥ 100-105 വയസ്സ് വരെ അവരിങ്ങനെ ജീവിക്കുന്നുണ്ട്. അവർ ആ ജീവിതത്തിൻ്റെ സീക്രട്ട് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുഖൗക്കിസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നബി തങ്ങൾക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നുണ്ട്. ആ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ ഒരു വൈദ്യനെയും പറഞ്ഞേക്കുന്നുണ്ട്. ഒരു വൈദ്യൻ, ഒരു ഡോക്ടറെ പറഞ്ഞേക്കുന്നു. ഡോക്ടറെ പറഞ്ഞേക്കുമ്പോൾ ഇയാൾ ഒരുങ്ങി പോകാൻ നിൽക്കുമ്പോൾ രാജാവ് ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞു, മുഖൗക്കിസ് ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എല്ലാം മരുന്ന് കൊടുത്തോ, അത്യാവശ്യം വേണ്ട രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ട എല്ലാ മരുന്നും നീ കയ്യിൽ കരുതണം. 1 രൂപ പോലും പ്രവാചകന്റെ കയ്യിൽ നിന്നോ അവിടുത്തെ അനുയായികളുടെ കയ്യിൽ നിന്നോ 1 രൂപ പോലും വാങ്ങാൻ പാടില്ല, എല്ലാം ഫ്രീ. ഇനി അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി എഴുതിയാൽ മതി, ഞാൻ എത്തിച്ചു തരാം. ഇതും പറഞ്ഞിട്ടാണ് ഡോക്ടർ വിടുന്നത്. ഡോക്ടർ മദീനയിലെ പള്ളിയിലെത്തി. മൂപ്പര് പള്ളിയിൽ മൂലക്കൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വൈദ്യനാണ് കേട്ടോ, എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോയി. എല്ലാവരോടും പറയുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞു, ആരുമില്ല. 2 ദിവസം കഴിഞ്ഞു, ഒരു പടപ്പും വരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ പോലും ഞാൻ രോഗിയാണെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കുണ്ട്, ഞങ്ങൾ അങ്ങനെ രോഗം വരുന്ന ആളുകളല്ല, ഞങ്ങൾ വിശന്നാൽ കഴിക്കും. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ മനുഷ്യനോട്, നിങ്ങൾക്ക് തിരിച്ചു പോകാം. വൈദ്യനോട് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, വിശപ്പടങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം നിർത്തും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് ഇതായിരിക്കണം.